ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊച്ചി മെട്രോയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ അനുഭവമാണ്, അപ്പം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉള്ളത് ആലുവയിലാണ്. ആലുവയിൽ നിന്ന് കലൂരിലേക്കാണ് നമ്മൾ മെട്രോയിൽ പോകുന്നത്. ആദ്യം ടിക്കറ്റ് എടുക്കണമല്ലോ, അപ്പം അതിനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴുണ്ട് ദാ അവിടെ ഒരു സംഭവം കണ്ടു. ഇതാണ് വെൻഡിങ് മെഷീൻ. ഇതിലുള്ളത് കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെയാണ്. അപ്പം അതിൽ ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ ചെയ്തു വെച്ചാൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ദാസേട്ടൻ എന്തായാലും അത് ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ അവിടെ പോയി നിന്നു. അപ്പോൾ ഇനി ഇതാണ് നമ്മളുടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ടിക്കറ്റ്. ഇതിൽ വന്നിട്ട് ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കടക്കാനും അതുപോലെ തന്നെ പുറത്തോട്ട് കടക്കാനും. അപ്പോൾ ഇതാണ് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലച്ചു തന്നെ ആദ്യമായിട്ട് സ്കാൻ ചെയ്തു. അവള് സക്സസ് ആയി പോയി. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരുടെ ടിക്കറ്റും സ്കാൻ ചെയ്തിട്ട് കടക്കുകയാണ് കേട്ടോ. അതുപോലെ ലഗേജും സ്കാൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് ആ ഒരു ഏരിയ. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. മുകളിലാണ് നമ്മുടെ മെട്രോ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും അവിടെ ട്രെയിന് നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഓടി കയറുകയാണ് കേട്ടോ. നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങൾ കയറുന്നുണ്ട്. അപ്പോൾ സത്യം പറയാലോ, കൊടും ചൂടിന്ന് നല്ലൊരു തണുത്ത കാലാവസ്ഥയ്ക്കാണ് ഇപ്പം ഞങ്ങൾ പോയിരിക്കുന്നത്. അതിനുള്ളിൽ ഫുൾ AC ആണല്ലോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളവിടെ എല്ലാവരും ഒന്ന് സീറ്റൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ കൊച്ചിയുടെ സ്വകാര്യ അഹങ്കാരത്തിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷയും എല്ലാവർക്കും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് മെട്രോ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കുലുക്കം പോലും അതിനകത്തില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ അതിനകത്ത് മുഴുവൻ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഓരോരോ സ്റ്റോപ്പുകളുടെ പേരാണ്. ഓരോ സ്റ്റോപ്പുകൾ എത്തുമ്പോഴും അവർ അനൗൺസ്മെൻറ്റും ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ ഈ ഓരോ ഭാഗത്തേക്ക് റെഡ് കളർ സിഗ്നൽ വരും. അപ്പോൾ അത് നമ്മൾ അവിടെ എത്തി എന്നുള്ളത് നമുക്ക് അറിയണം. പിന്നെ ഓരോ സ്റ്റോപ്പിലും കുറച്ച് സമയം മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ ഇറങ്ങാനും കയറാനും. ഈ ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ചെറിയൊരു മ്യൂസിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും അവർ ഓരോരോ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ.
കാണുന്നതാണ് കൊച്ചി ലുലു മാൾ. ഇടപ്പള്ളി സ്റ്റോപ്പിലാണ് ലുലു മാൾ ഉള്ളത്. അപ്പോൾ നമ്മൾ മെട്രോയിൽ വരുന്നുണ്ടെങ്കിൽ ഇടപ്പള്ളി സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടു. അപ്പം ഞങ്ങൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സ്റ്റോപ്പ് എത്തി, ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. കൊടും തണുപ്പെന്ന് വീണ്ടും കൊടും ചൂടിലേക്ക് പോയതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. എന്നാലും മെട്രോ ഒരു മഹാസംഭവമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ്. എന്തായാലും മെട്രോ പോകുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. മെട്രോ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിൽ. ഇനി പോകുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വേഗം പോയി സ്കാൻ ചെയ്ത് വെളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരു തവണ സ്കാൻ ചെയ്തു, എന്തായാലും അത് പരാജയപ്പെട്ടു. അടുത്തതിൽ പോയി സ്കാൻ ചെയ്തു പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാവരും സ്കാൻ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മെട്രോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. നിങ്ങളിൽ ആരെങ്കിലും മെട്രോയിൽ കയറിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇനിയും കയറാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കയറണം, ആരും മിസ് ചെയ്യരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.